ലഹരി വ്യാപനം തന്നെയാണ് പ്രധാനപ്പെട്ട ആശങ്ക. അരുത് ലഹരി വ്യാപനം. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് കൂടി പോവുകയാണ്. കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. റിമാൻഡിലായ പ്രതി ആകാശിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയോട് ആവശ്യപ്പെടും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ സംഭവം നമ്മളിലൊന്നും ഉണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും പോയിട്ടില്ല. എങ്ങനെ ഇത്രയധികം കഞ്ചാവ് ഒരു കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ വന്നു എന്നതാണ് അറിയേണ്ടത്. അത് ആരെ ഉദ്ദേശിച്ചായിരുന്നു, എന്താണ് അതിന്റെ ഒരു നെറ്റ്വർക്ക്, എങ്ങനെയാണ്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതിൽ സ്വാഭാവികമായും വേണ്ടത് ഇതിന്റെ സോഴ്സ് അറിയണം. എന്താണ് പോലീസിന്റെ സംശയങ്ങൾ? പ്രധാനമായി ആദ്യത്തെ കാര്യം. 2, കൂടുതൽ അറസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ കണ്ണികളിലേക്കാണോ, ഉപയോഗിച്ചവരിലേക്കാണോ, എങ്ങനെയാണ് ഇത് നീളുന്നത്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ നമ്മളൊരു SFI KSU വിദ്യാർത്ഥികൾ എന്ന് തരം തിരിക്കാതെ നമ്മുടെ കോളേജുകളിലെ കുട്ടികൾ അത് വലിയ രീതിയിൽ ലഹരികൾക്ക് അടിമകളാകുന്നു, അല്ലെങ്കിൽ ലഹരി കൈമാറ്റം ചെയ്യുന്നു, ലഹരി വിൽക്കുന്നു, സഹപാഠികൾക്ക് ലഹരി കൊടുക്കുന്നു. ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിലേക്ക് തന്നെയാണ് പോലീസ് ഒരു അന്വേഷണം അതിനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ, മെൻസ് ഹോസ്റ്റലിൽ പോലീസിന്റെ ഒരു റെയ്ഡ് ഉണ്ടാകുന്നത്. ആ റെയ്ഡിൽ പിടിച്ചെടുത്ത ലഹരി കഞ്ചാവ് പിടിച്ചെടുക്കുന്നു, അത് തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്രാസ് പിടിച്ചെടുക്കുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ വ്യക്തമാണ് നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇതവർ കച്ചവടം നടത്തുന്നുണ്ട്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത് കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിച്ചതെന്ന വിവരം കൂടി പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആകാശിനെ ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആകാശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. ഒപ്പം ഇന്നലെ പിടികൂടിയവരെ വിശദമായൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിന് മനസ്സിലായത് പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ, അത് എറണാകുളം സ്വദേശി തന്നെയാണ്, അയാളാണ് ഈ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ഇന്നലെ ലഹരി എത്തിച്ചത് എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇത് ആരാണെന്ന് ഉടനെ നമുക്ക് അറിയാൻ സാധിക്കും. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ആ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുകൂടിയാണ് കളമശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഈ ലഹരി എത്തിച്ചത് കോളേജിൽ തന്നെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആ രീതിയിലുള്ള ഒരു അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഒപ്പം ഇതിൽ 2 KSU പ്രവർത്തകർ, ഈ ആകാശിന്റെ റൂമിലുണ്ടായിരുന്ന 2 KSU പ്രവർത്തകരുണ്ടായിരുന്നു, ആദിൽ, അനന്തു, ഇവരുടെ മൊഴി എടുത്തിരുന്നു. പക്ഷേ ഈ സമയത്ത്, ഇന്നലെ പോലീസിന്റെ ഒക്കെ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവർക്ക് കൂടുതൽ റൂംമേറ്റ്സ് ആകുമ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാകുമായിരിക്കും എന്നൊരു വിശ്വാസം പോലീസിനുണ്ട്. അത്തരത്തിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക മാത്രമാണോ, അതോ കച്ചവടം നടത്തുന്നുണ്ടോ, ഇവരാരിൽ നിന്നാണ് ഇവർക്ക് ലഹരി എത്തുന്നത്? പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ കൂടിയും പൂർവ്വ വിദ്യാർത്ഥിക്ക് എവിടെ നിന്നാണ് ലഹരി എത്തുന്നത്? എത്ര കാലമായി ഈ കോളേജ് ഹോസ്റ്റലുകളിൽ ഇങ്ങനെ ലഹരി നൽകുന്നു? അങ്ങനെ നിരവധി കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ പറയുന്ന ഓരോ എല്ലാം തന്നെയും ഈ അക്രമത്തിന് പിന്നിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഭരണകൂടവും ഒപ്പം മാധ്യമങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ലഹരിക്ക് വേണ്ടി പോരാടുമ്പോൾ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ലഹരി സുലഭമായി ലഭിക്കുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ ലഹരി, അത് ഏത് പാർട്ടിയുടെ തന്നെ ആയിക്കോട്ടെ, ഏത് SFI എന്നോ KSU എന്നോ വേർതിരിവ് വേണ്ട, ഇങ്ങനെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടാകില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, ആരെയും സംരക്ഷിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത് തന്നെ മാതൃകാപരമായിട്ടാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം പറഞ്ഞത്, ഇത് KSU എന്നോ SFI എന്നോ അല്ല, നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ ലഹരിക്കെതിരെ പോരാടുന്നത്. അവിടെ KSU പ്രവർത്തകരാണെങ്കിൽ അവരെ സംരക്ഷിക്കുകയില്ല. നടപടി ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഉടനെ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. SFIയും അതേ നിലപാട് തന്നെയാണ്. MP രാജേഷ് അടക്കം പാർട്ടിയോ അല്ലെങ്കിൽ
വിദ്യാർത്ഥി സംഘടന ഏതെന്നോ നോക്കുന്നില്ല. പകരം വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു, അവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടണം, സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ആരെയും തന്നെ സംരക്ഷിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോളേജുകളിൽ ലഹരികൾ എത്തുന്നുണ്ട്. അതും കോളേജ് ഹോസ്റ്റലിൽ ഇത്രയേറെ ലഹരി കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരിയാണ് നവമി. ഇതിൽ SFI എന്നോ KSU എന്നോ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയെന്നോ എന്നില്ല. നമ്മുടെ കുട്ടികളാണ്, നമ്മൾ പഠിക്കാൻ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുന്ന കുട്ടികളാണ്. അവരുടെ ഹോസ്റ്റലിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന തിരിച്ചറിവോടെ പാർട്ടി ഭേദമില്ലാതെ യാതൊരു ഭേദവുമില്ലാതെ ഇതിൻ്റെ കണ്ണികൾ മുറിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. ആ തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രവർത്തനം നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത്, അവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നത്. അത് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ വേണം. അത് ഉണ്ടാകും എന്ന് ഓരോരുത്തരും ഒരു പ്രതിജ്ഞ പോലെ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, നമ്മളൊക്കെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒക്കെ കഴിഞ്ഞ് വന്നവരാണല്ലോ.